സോഫ്റ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ BA BSc സ്റ്റുഡൻസിൻ്റെ തേർഡ് സെമ്മിലെ ഒരു ഇംഗ്ലീഷ് സബ്ജക്റ്റാണ് റീഡിങ്സ് ഓൺ ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് കുറച്ച് ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണ്, നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു പേപ്പർ കൂടിയാണ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഈ വട്ടം BA BScക്കാർക്ക് ട്യൂഷനായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ നടത്താറുള്ളത് പോലെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 സെമ്മുകളിലായിട്ട് നിങ്ങൾ ട്യൂഷന് ജോയിൻ ചെയ്ത കുട്ടികൾ ഇതിലുണ്ടാകാം. അപ്പോൾ ഞാൻ ഈ ട്യൂഷൻ്റെ രീതി ഒന്ന് പറഞ്ഞു തരാം. നമ്മൾ ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് ഉണ്ടാവുക. ഇപ്പം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഒക്ടോബർ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ്. നിങ്ങളുടെ എക്സാം നവംബറിലാണ് വരുന്നത്. അപ്പോൾ ഒക്ടോബർ 1 മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 16 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ ഓരോ ദിവസം ഓരോ ചാപ്റ്റർ വെച്ച് എടുക്കാമെന്ന് വിചാരിച്ചാൽ 16 ചാപ്റ്റർ. അതിൽ ചില ചാപ്റ്റേഴ്സ് കുറച്ച് വലുതുണ്ട്. അപ്പോൾ നമ്മളൊരു ഏകദേശം 20 ദിവസം കൊണ്ട്, അതായത് ഒക്ടോബർ 20-ാം തീയതിക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിക്കായിരിക്കും നമ്മൾ ട്യൂഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിലിപ്പം ചെറിയ ചാപ്റ്റർ ആണെച്ചാൽ 2 ചാപ്റ്ററൊക്കെ നമുക്ക് ആ ഒരു ദിവസം എടുത്ത് പോകാനായിട്ട് ശ്രമിക്കാം. അപ്പം ഡെയിലി ക്ലാസ് ഉണ്ടായിരിക്കും. ഡെയിലി രാത്രി 1 മണിക്കൂറായിരിക്കും ക്ലാസ്. ടൈം ഞാൻ നിങ്ങളെ ട്യൂഷന് ജോയിൻ ചെയ്തതിന് ശേഷം അറിയിക്കുന്നതായിരിക്കും. രാത്രി 1 മണിക്കൂറാണ് ക്ലാസ് ഉണ്ടായിരിക്കുക. ഫീസ് നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പിലേക്ക് ഞാൻ ആഡ് ചെയ്യും. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലാണ് നമ്മൾ രാത്രി ലിങ്ക് അയക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് അയക്കുമ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്തിട്ട് ക്ലാസ്സിലിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും. നിങ്ങൾക്ക് അപ്പം തന്നെ എൻ്റെ അടുത്ത് ഡൗട്ടുകൾ ചോദിക്കാം. അപ്പം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പഠിക്കാനുള്ള സമയം തരും. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സബ്ജക്റ്റ് എന്തായാലും ഈ ഒരു 20 ദിവസം കൊണ്ട് പക്കയാക്കിയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ റിവിഷൻ, ഓരോ 3 ചാപ്റ്റർ കഴിഞ്ഞ് നമ്മൾ റിവിഷൻസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ നോട്ട്സ് നിങ്ങൾക്ക് തരും. ദെൻ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടായിരിക്കും. ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് മിസ്സായിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് വീണ്ടും കേട്ട് ഇനിയിപ്പോൾ എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ ഇതൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനും ആ ക്ലാസ്സുകൾ ഗ്രൂപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഫുൾ PDF, അതായത് നമ്മുടെ ഈ ഒരു റീഡിങ്സ് ഓൺ ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു PDF കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ MCQ ക്വസ്റ്റ്യൻസ് കൂടി കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അതിൽ ഈ ട്യൂഷൻ ജോയിൻ ചെയ്തതിൽ ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള MCQ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനും സെപ്പറേറ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ട്യൂഷനിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു 20 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ക്ലോസ് ചെയ്ത് പോകുന്നില്ല. 20 ദിവസം കഴിഞ്ഞാൽ പിന്നെ എക്സാമിൻ്റെ സമയത്താവുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് റിവിഷനും എക്സാം ടിപ്സ് ഗൈഡ് ലൈൻസ് ഒക്കെ തരാനായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ട്യൂഷൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ റെക്കോർഡ് ക്ലാസ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്, റിവിഷൻ, എക്സാം ഓറിയൻറ്റഡ്, അതായത് നമ്മൾ ഈ ഒരു 20 ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളൊരു ചെറിയൊരു എക്സാം നിങ്ങൾക്ക് നടത്തി തരുകയും ചെയ്യും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒക്ടോബർ 1-ാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഒക്ടോബർ 1-ന് മുൻപായിട്ട് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു 29-ാം തീയതിക്കുള്ളിൽ ഫീസ് പേ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു ഡിസ്കൗണ്ട് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു 29-ാം തീയതിക്കുള്ളിൽ തന്നെ ഫീസ് പേ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ആ ഒരു ഡിസ്കൗണ്ട് ഫീസ് ലഭിക്കുന്നുണ്ടായിരിക്കുക. 1-ാം തീയതി വരെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള സമയമുണ്ട് കേട്ടോ. 1-ാം തീയതി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കാം. സോ താങ്ക് യു.